Good morning. Okay. Okay, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലബോറട്ടറി സർവീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. എല്ലാവരും ഇപ്പൊ വായിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ നോക്കിയിട്ട് ഏതാണ് ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് എ ലാബ് സർവീസസ്. അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറയുന്നത് ഇത് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ. യെസ്. അപ്പൊ നമ്മളെ ലാബ് സർവീസുകളെ നമുക്ക് എത്ര ഡിവിഷനായിട്ട് തിരിക്കാന്നാ നമ്മൾ പറഞ്ഞത്? പറഞ്ഞത് 5 തരത്തില് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലാബ് തരുന്ന സേവനങ്ങളെ നമുക്ക് 5 തരത്തില് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? ക്ലിനിക്കൽ പതോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, യൂറിനലൈസിസ്, ബ്ലഡ് ബാങ്ക്. അങ്ങനെ 5 രീതിയിൽ നമുക്ക് അവിടുത്തെ ലാബ് സർവീസുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ പത്തോളജി ആണ്. നോട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചായിരുന്നു അല്ലെ. ക്ലിനിക്കൽ പത്തോളജി ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഇൻവോൾവ്സ് ദ ഡയഗ്നോസിസ് ദ ഡിസീസ് ത്രൂ ലബോറട്ടറി അനാലിസിസ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ടിഷ്യൂസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ഡിസീസ് എന്താണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയഗ്നോസ് ചെയ്യുന്നത് ക്ലിനിക്കൽ പത്തോളജിയിൽ. അതിന് തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഹെമറ്റോളജി, ഹിസ്റ്റോപത്തോളജി, സൈറ്റോളജി, റുട്ടീൻ പത്തോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് അല്ലെ. അവിടെ ഒന്ന് കുഞ്ഞിതാക്കി എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസീസ് എന്താണ് എന്നൊക്കെ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്തത്. ഹിസ്റ്റോപത്തോളജിയിലാണെങ്കിൽ എന്താ എടുക്കുന്നത്? ടിഷ്യൂസ് ആണ് അല്ലെ. ടിഷ്യൂസ്, ശരീര കലകള് നമ്മൾ മൈക്രോസ്കോപ്പില് നമ്മൾ എന്താ പറയുക ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഡിസീസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. സൈറ്റോളജിയിലാണെങ്കിൽ സെൽസ് ആണ്, കലകൾ, സെല്ലാണ്, കോശങ്ങളാണ് എടുക്കുന്നത്. റുട്ടീൻ പത്തോളജി എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ അല്ലെ. ഒരു കൂട്ടം ടെസ്റ്റുകൾ. അത് ഇപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ആവാം, യൂറിൻ ടെസ്റ്റ് ആവാം, അങ്ങനെ ഒരു കൂട്ടം ടെസ്റ്റുകളാണ് റുട്ടീൻ പത്തോളജി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു പോർഷൻ അങ്ങനെ കഴിഞ്ഞു നമ്മള്. ഇനി അടുത്തതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിനിക്കൽ മൈക്രോബയോളജി. Clinical microbiology is a medical science that involves the study of microbes. ആ പേരിൽ തന്നെ അറിയാം അല്ലെ. സഫീർ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടു. എന്താണ്? സ്റ്റഡി ഓഫ് മൈക്രോബ്സ്, സൂക്ഷ്മ ജീവികൾ, ബാക്ടീരിയ, വൈറസ്, അങ്ങനെയുള്ള നമ്മുടെ സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനം. അത് എന്ത് ചെയ്യുന്നു? ടു ഡയഗ്നോസ്, ട്രീറ്റ് ആൻഡ് പ്രിവെന്റ് ദ ഇൻഫെക്ഷസ് ഡിസീസ്. നമുക്ക് സാംക്രമിക രോഗങ്ങള് അതൊക്കെ കണ്ടുപിടിക്കാനും അതിന്റെ ട്രീറ്റ്മെന്റിനും അത് നമ്മള് അങ്ങനെയുള്ള രോഗങ്ങള്, പകർച്ചവ്യാധികള് ഇതൊക്കെ തടയുന്നതിനും നമ്മൾ സൂക്ഷ്മാണുക്കളുടെ പഠനം, അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോബ്സിന്റെ പഠനം ഉൾപ്പെടുത്തുന്ന ഒരു ബ്രാഞ്ചാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഓക്കെ. സാംക്രമിക രോഗങ്ങള് അത് കണ്ടുപിടിക്കാനും, നമുക്ക് പകർച്ചവ്യാധികൾ ഉണ്ടല്ലോ, സാംക്രമിക രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതിനെ ട്രീറ്റ് ചെയ്യാനും അതിന്റെ ചികിത്സയ്ക്കും നമുക്കത് വരാതെ നമുക്കത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നു? മൈക്രോബ്സ്, സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠനം ഉൾപ്പെടുന്ന ഒരു മെഡിക്കൽ ശാസ്ത്രമാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. അവിടെ മൈക്രോബ്സ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മൈക്രോബ്സ് സ്റ്റഡി ഓഫ് മൈക്രോബ്സ് ആണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. നമുക്ക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട്. നമുക്ക് കുറെ മൈക്രോബ്സുകൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്, നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ഇതായിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. ആസ്റ്റോബാക്ടർ, റൈസോബിയം, ക്ലോസ്ട്രീഡിയം, ഇങ്ങനെയുള്ള ബാക്ടീരിയ ഒക്കെ നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ബാക്ടീരിയകളാണ്. എന്തായാലും അങ്ങനെയുള്ള മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനമാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോട്ടെ അവിടെ. ക്ലിനിക്കൽ മൈക്രോബയോളജി.
Okay. Clinical microbiology. Clinical microbiology is a medical science that involves the study of microbes. MICROBES, study of microbes, to diagnose, DIAGNOSE, to diagnose, treat, treat, and prevent, PREVENT, prevent ചെയ്യുക, തടയുക, treat and prevent infectious diseases, INFECTIOUS, infectious disease. Clinical microbiology is a medical science that involves the study of microbes to diagnose, treat, and prevent infectious disease. Okay. So, നമുക്ക് ഇങ്ങനെ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അത് തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമുക്ക് മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനം, ഇതിന്റെ ഭാഗമായിട്ട് മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനം, സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനം ആണ് ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നത്. ഇനി അതിനെ നമ്മൾ പല ഡിവിഷനായിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ആണ് ബാക്ടീരിയോളജി, മൈക്കോബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരാസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. ഓക്കെ, അപ്പൊ വീണ്ടും അതിന് നമുക്ക് ക്ലിനിക്കൽ മൈക്രോബയോളജിയുടെ കീഴിൽ വരുന്നതാണ്. അതെല്ലാരും എന്താണെന്ന് നമുക്കൊന്ന് ഒറ്റ ലൈനിലൊന്ന് നോട്ട് ചെയ്തിടാം. ഫസ്റ്റത്തെയാണ് ബാക്ടീരിയോളജി. അപ്പൊ എന്തിനെ കുറിച്ചുള്ള പഠനമായിരിക്കും ആ പേരിൽ? ഓക്കെ, വെരി ഗുഡ്. എന്താണ് ബാക്ടീരിയ? ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, അല്ലേ? അതാണ് ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്ന് കുഞ്ഞതാക്കി എഴുതി വെച്ചോട്ടോ. ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയോളജി, ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡിസീസ് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം, അതിന് മാത്രമാണ് നമ്മൾ ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നിന് സ്പെഷ്യൽ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കാണ്. ബാക്ടീരിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം. ഇനി രണ്ടാമത്തെ നോക്കിയേ, മൈക്കോബാക്ടീരിയോളജി. എന്താ മൈക്കോബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ? ആ മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞ ജീനസിൽ വരുന്ന, ആ ജീനസിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, മൈക്കോബാക്ടീരിയോളജി is the study of bacteria, Mycobacteriology is the study of bacteria of the genus, GENUS, Mycobacterium, myco, MYCO, Mycobacterium, BACTERIUM. അപ്പൊ മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ഒരു ജീനസ് ആണ്. അതിൽ ഒന്നുകൂടി പറയണോ? ഓക്കെ, പറയാം. മൈക്കോബാക്ടീരിയോളജി is the study of bacteria, of the genes, GENUS, genus, ആ ഒരു വിഭാഗം അതിൽ ഉൾപ്പെടുന്ന, of the
ജീനസ്, GENUS, ജീനസ് മൈക്കോബാക്ടീരിയം. അപ്പൊ ബാക്ടീരിയയുടെ തന്നെ ഒരു വിഭാഗമാണ്, ഒരു ജീനസിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം. അപ്പൊ മൈക്കോബാക്ടീരിയത്തിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്കോബാക്ടീരിയോളജി. അത് ബാക്ടീരിയയുടെ തന്നെ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ്. ഓക്കെ, is the study of bacteria of the genus Mycobacterium. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും എന്തെങ്കിലും ഇതിപ്പോ സ്റ്റഡി ഓഫ് ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് നോൺ ആസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, മൈക്കോബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയ. അത് മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ തന്നെ ഒരു ഗ്രൂപ്പിലോ ഒരു ജീനസിൽ വരുന്നതാണ് മൈക്കോബാക്ടീരിയം എന്ന് പറയുന്നത്. മൈക്കോബാക്ടീരിയം, അതിനെ കുറിച്ചുള്ള പഠനം, ആ ഒരു പ്രത്യേകം ജീനസിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയ. മൈക്കോബാക്ടീരിയ എന്ന് പറഞ്ഞ ആ ജീനസിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനം. ഇനി അടുത്തതാണ് വൈറോളജി. അപ്പൊ ഇതിനെ കുറിച്ചുള്ള പഠനമായിരിക്കും study of virus. Okay, very good. Virology is the study of virus. Study of virus. ഇനി നെക്സ്റ്റ് നോക്കിയേ, മൈക്കോളജി. മൈക്കോളജി is the fungi. Study of fungi, ഫംഗസുകൾ. Mycology is the study of fungi. Fungi എന്ന് പറഞ്ഞാൽ എന്താ, ഫംഗസിന്റെ പ്ലൂറൽ ആണ് കേട്ടോ. പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഫംഗസ്. ഫംഗസ് എന്ന് പറഞ്ഞ വേർഡിന്റെ പ്ലൂറൽ ആണ് ഫംഗി എന്ന് പറയുന്നത്. FUNGI. അപ്പൊ ഫംഗസുകളെ കുറിച്ചുള്ള പഠനം. ഈസ്റ്റ്, മോൾഡ്, പൂപ്പല്, മഷ്റൂം, കൂണുകള്, ഇതൊക്കെ ഫംഗസിൽ വരുന്നതാണ്. പൂപ്പലൊക്കെ ഇല്ലേ, അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അതിന്റെ അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് ഈസ്റ്റ്, മോൾഡ്, മഷ്റൂം, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകൾ. അപ്പൊ ഫംഗസുകളെ കുറിച്ചുള്ള പഠനമാണ് ഇത് മൈക്കോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് ഫംഗസ്, ഫംഗി എന്ന് പറയാം, ഫംഗി. ഇനി അടുത്തത് പാരാസൈറ്റോളജി. പാരാസൈറ്റോളജി എന്തിനെ കുറിച്ചായിരിക്കും? സ്റ്റഡി ഓഫ് പാരസൈറ്റ്. ഓക്കെ, പാരസൈറ്റ്സിനെ കുറിച്ചുള്ള പഠനം. പാരാസൈറ്റോളജി. പാരാസൈറ്റോളജി ഈസ് ദ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. PARASITES. പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് എക്സാമ്പിൾ ഏതൊക്കെയാ? പാരസൈറ്റ്സ് മോസ്കിറ്റോ ഒക്കെ പാരസൈറ്റ്സിൽ വരുന്നതാണ് അല്ലെ. അത് നമ്മുടെ ബ്ലഡ് ഒക്കെ സക്ക് ചെയ്ത് കുടിക്കും അല്ലെ. നമ്മുടെ ബോഡിയിൽ വന്നിരുന്നിട്ട് ബ്ലഡ് ഒക്കെ സക്ക് ചെയ്ത് കുടിക്കും. പാരസൈറ്റ്സ് ആണ് അവർ. മറ്റുള്ള ഇതിനകത്തുനിന്ന് ഫുഡൊക്കെ അബ്സോർബ് ചെയ്യുന്നവരാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് മോസ്കിറ്റോസ് വരാം, വോംസ് വരാം, ലീച്ചസ്, അട്ടയ്ക്കില്ലേ, കുളയട്ട, മൈസ്, പുഴു, ചാഴി, ഇതൊക്കെ എന്താ വേറൊരു വോംസ് ഒക്കെ വരാം. അതിനകത്ത് വേറൊരു ജീവിയിൽ കയറിയിട്ട് അവരുടെ ഇത് സക്ക് ചെയ്ത് കുടിക്കുന്ന ഇതാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. വോംസ് വരാം, WORMS, മോസ്കിറ്റോസ് വരാം, കൊതുകുകള് നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്ന് കടിച്ച് നമ്മളെ ബ്ലഡ് വലിച്ചെടുക്കില്ലേ, മോസ്കിറ്റോസ്, ലീച്ചസ്, കുളയട്ടകള്, അട്ട, LEECHES, മൈറ്റ്സ്, MITES, പുഴു, ചാഴി. ചാഴിയൊക്കെ നെല്ലിലൊക്കെ വന്നിരുന്നിട്ട് ഇതൊക്കെ അതിന്റെ നീരൊക്കെ വലിച്ചു കുടിക്കൂലേ, പുഴു, ചാഴി, ഇതൊക്കെ പാരസൈറ്റ്സ് എല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പൊ സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആണ് പാരാസൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, പാരാസൈറ്റോളജി. അടുത്തതാണ് ഇമ്മ്യൂണോളജി. അപ്പൊ ഇതിനെ കുറിച്ചായിരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. എഴുതിക്കോ, ഇമ്മ്യൂണോളജി. Immunology is the study of the body's immune system.
Immunology is the study of body's immune system. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനം. Immunology is the study of body's immune system. ഇനി അടുത്തത് ലാസ്റ്റ് സെറോളജി ആണ്. SEROLOGY. സെറോളജി എന്ന് പറഞ്ഞ എന്താ? സെറത്തിനെ കുറിച്ച്, ബ്ലഡ് സെറം. സെറം എന്താന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ? എന്താണ്? ദ ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, അല്ലെ? ബ്ലഡിലുള്ള ആ ക്ലിയർ ലിക്വിഡ് പാർട്ട്, അതായത് നമ്മൾ പ്രോട്ടീനോ പ്രോട്ടീൻ ഫാക്ടർ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ആ ക്ലിയർ ലിക്വിഡ് പാർട്ടാണ് സെറം എന്ന് പറയുന്നത്. അപ്പൊ സെറത്തിനെ കുറിച്ച്, ബ്ലഡിലെ സെറത്തിനെ കുറിച്ചുള്ള പഠനം, അതാണ് സെറോളജി എന്ന് പറയുന്നത്. എഴുതി വെച്ചോട്ടോ. സെറോളജി ഈസ് ദ സ്റ്റഡി ഓഫ് serology is the study of blood serum. SERUM. Blood serum. SERUM. The clear liquid part of the blood. അതാണ് സെറം എന്ന് പറയുന്നത്. ബ്ലഡിന്റെ സെറത്തെ കുറിച്ചുള്ള പഠനം, അതാണ് സെറോളജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ നോക്കുക. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞ മൈക്രോബ്സ് ഫുൾ ആയിട്ട് നമ്മൾ പറയാണ്, സൂക്ഷ്മാണുക്കള് എല്ലാത്തിനെയും ഒരുമിച്ച് പറയുന്നതാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് മൈക്രോബ്സ് ആണ്. ഇനി അതിനകത്ത് ഓരോന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയോളജി ആണെങ്കിൽ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയോളജി ആണെങ്കിൽ ഏതാ മോളെ ലാസ്റ്റത്തെ ആണോ? സെറോളജി എന്ന് പറഞ്ഞ ഈസ് ദ സ്റ്റഡി ഓഫ് blood serum. SERUM. Study of blood serum. സെറം എന്ന് പറഞ്ഞാലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് the clear liquid part of the blood. ബ്ലഡിലുള്ള ലിക്വിഡ് പാർട്ട്, ക്ലിയർ ലിക്വിഡ് പാർട്ട്, അതായത് രക്തകോശങ്ങളും പ്രോട്ടീനും ആ പ്രോട്ടീൻ ഫാക്ടർ ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ആ ക്ലിയർ ഭാഗമാണ്, ലിക്വിഡ് പാർട്ടാണ് സെറം എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡിലെ സെറത്തിനെ കുറിച്ചുള്ള പഠനം നമ്മളിത് ആ ടേബിളിൽ പറഞ്ഞത് നിങ്ങൾ ടെക്സ്റ്റില് ബ്രീഫായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്താൽ മതി. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് മൈക്രോബ്സ് ആണ്, സൂക്ഷ്മാണുക്കൾ മൊത്തത്തിൽ പറയാണ്. ബാക്ടീരിയോളജിയിലാണെങ്കിൽ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയോളജിയിലാണെങ്കിൽ ആ ബാക്ടീരിയയിൽ തന്നെ ഒരു ജീനസിൽ വരുന്നതാണ് മൈക്രോ ബാക്ടീരിയ. അതിനെ കുറിച്ചുള്ള പഠനം എസ്പെഷ്യലി പറഞ്ഞേക്കാണ് ജീനസ് മൈക്രോ ബാക്ടീരിയം. മൈക്രോ ബാക്ടീരിയകൾ പറഞ്ഞ ജീനസിൽ ഉൾപ്പെടുന്ന ആ ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനമാണ്. വൈറോളജി സ്റ്റഡി ഓഫ് വൈറസ്. മൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫംഗസ്. ഫംഗി എന്ന് പറയും, ഫംഗസുകളെ കുറിച്ചുള്ള പഠനം. പിന്നെ പാരാസൈറ്റോളജി സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. ദെൻ ഇമ്മ്യൂണോളജി സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ദെൻ സെറോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. ഓക്കെ, എല്ലാരും കിട്ടിയില്ലേ അത്? ഓക്കെ, ഡെഫിനിഷൻ ആയിട്ട് പഠിക്കണ്ട, എന്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഓരോന്നും നമ്മൾ പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലേ എല്ലാരും? അപ്പൊ അത് നമ്മളിപ്പോ ഏതാണോ, അപ്പൊ വൈറോളജി ആണെങ്കിൽ വൈറസുകളെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ അത് വൈറസുകള് നമ്മള് അതിനെ കുറിച്ച് പഠിച്ച് നമ്മൾ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ വൈറസിനെ കുറിച്ചുള്ള പഠനമാണ് വൈറോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോന്നിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ആണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. അതിൽ തന്നെ നമുക്ക് ബയോകെമിക്കൽ അനാലിസിസും വരുന്നുണ്ട്. ഹോർമോണൽ അസീസ്. അസീസ് എന്ന് പറഞ്ഞാൽ പരിശോധന എന്നുള്ള ഒരു മീനിങ് ആയിട്ടാണ്. ഹോർമോണുകളെയാണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത്. ഓക്കെ, അസീസ് എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. ഓക്കെ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിനും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും അത് മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ്, ശരീരദ്രവങ്ങള്, ടിഷ്യൂസ്, ഇതൊക്കെ വിവിധ തരത്തിലുള്ള
കെമിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ്. അതായത് നമ്മളിപ്പോ അതിനകത്ത് നമ്മൾ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഹോർമോണുകളോ, അതിന് 2 ടൈപ്പ് പറയുന്നുണ്ട്. പ്രോട്ടീൻസ്, അതിന്റെയൊക്കെ ലെവല് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. നമുക്ക് ഇത്രമാത്രം ആ ഒരു അളവുണ്ടല്ലോ, അപ്പൊ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഈ കെമിക്കൽ പതോളജി എന്ന് പറയാം. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഈസ് ഓൾസോ നോൺ ആസ് കെമിക്കൽ പതോളജി എന്ന് എഴുതിക്കോട്ടെ അവിടെ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഇനി എങ്ങാനും മാറി തരുവാണെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവണ്ടല്ലോ എന്ന് കരുതി മറ്റൊരു പേര് പറഞ്ഞതാണ്. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഓൾസോ നോൺ ആസ് കെമിക്കൽ പതോളജി. കെമിക്കൽ പതോളജി, CHEMICAL, കെമിക്കൽ പതോളജി. Okay. It's also known as chemical pathology. It involves INVOLVES. Estrogen level that check. It involves the biochemical investigation. It involves ആ പേരിൽ തന്നെയുണ്ട്, പേരിൽ തന്നെയുണ്ട്. It involves biochemical investigation of body fluids. ഒന്നുകൂടി പറയാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൈൻ എഴുതിയില്ലേ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഓൾസോ നോൺ ആസ് കെമിക്കൽ പതോളജി. Clinical biochemistry also known as chemical pathology. അപ്പൊ മറ്റൊരു പേരാണ് കേട്ടോ, ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയുടെ മറ്റൊരു പേരാണ് കെമിക്കൽ പതോളജി. ഇതൊരു കോമ ഇട്ടിട്ട് അവിടെ എഴുതിക്കോ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് കെമിക്കൽ പതോളജി, കോമ. It involves INVOLVES, involves the biochemical investigation of body fluids. Biochemical investigation of body fluids such as blood, urine, etc. Such as blood, urine, etc. ഇപ്പൊ നമ്മള് ബ്ലഡ് കൊടുക്കാണ്. ബ്ലഡ് കൊടുത്തിട്ട് നമ്മുടെ ഹോർമോണിന്റെ ലെവല് എത്ര ആണെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ യൂറിൻ കൊടുത്തിട്ട്, ഇപ്പൊ ബ്ലഡോ യൂറിനോ ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ എൻസൈമുകളുടെ ലെവല്, ഹോർമോണുകളുടെ ലെവല്, നമ്മുടെ പ്രോട്ടീനുകൾ എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള അത് ആ ഒരു ലെവലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൽ ലിപ്പിഡ്സ്, ശരിയാണ്, ലിപ്പിഡ്സിന്റെ ലെവല് ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത്. എത്രത്തോളം ആ ലെവൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അതിനകത്ത് 2 ടൈപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബയോകെമിക്കൽ അനാലിസിസ് ഉണ്ട്, ഹോർമോണൽ അസീസും ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മെത്തേഡ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് മെഷറിംഗ് ദ ലെവൽ ഓഫ് വേരിയസ് സബ്സ്റ്റൻസ്. പല സബ്സ്റ്റൻസുകളുടെ ലെവല് ഏതൊക്കെയാ? പ്രോട്ടീന്റെ ലെവലാവാം, അല്ലെങ്കിൽ എത്രത്തോളം എൻസൈംസ് ഉണ്ടെന്നുള്ളത് അതിന്റെ ലെവല്, അല്ലെങ്കിൽ ലിപ്പിഡ്സ്, നമ്മുടെ ബോഡിയിലുള്ള ലിപ്പിഡ്സിന്റെ ലെവല്, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യാണ് ചെയ്യുന്നത് ബയോകെമിക്കൽ അനാലിസിസില്. അതും കൂടി ഒന്ന് എഴുതി വെച്ചോട്ടോ. ബയോകെമിക്കൽ അനാലിസിസ് is a method of detecting detecting and measuring the levels of various substance
ഒന്നുകൂടി പറയണോ? ഓക്കെ. ബയോകെമിക്കൽ അനാലിസിസ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിറ്റക്ട് ചെയ്യുക, കണ്ടുപിടിക്കാണ് നമ്മള്. DETECTING, ഡിറ്റക്ടിങ് ആൻഡ് മെഷറിങ്. എത്രത്തോളം ഉണ്ടെന്ന് അളക്കാണ്, മെഷർ ചെയ്യാണ്. എക്സാമ്പിൾ പറയാട്ടോ. ഡിറ്റക്ടിങ് ആൻഡ് മെഷറിങ് the levels of various substance SUBSTANCES. എന്നിട്ട് അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടോ, ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് എക്സാമ്പിൾ ഒന്ന് രണ്ടെണ്ണം അവിടെ എഴുതിക്കോ. വേരിയസ് സബ്സ്റ്റൻസ് ബ്രാക്കറ്റിൽ എഴുതാ എൻസൈംസ്, ENZYMES എൻസൈംസ്, പ്രോട്ടീൻസ്, കോമേറ്റ് എഴുതിക്കോട്ടോ, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, LIPIDS, ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ് എക്സെട്ര, കാർബോഹൈഡ്രേറ്റ്സ് എക്സെട്ര. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്. എൻസൈംസുകൾ ആവാം, പ്രോട്ടീൻസ് ആവാം, ലിപ്പിഡ്സ് ആവാം, കാർബോഹൈഡ്രേറ്റ് ആവാം, അങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എഴുതുക. ഇൻ ദ ബോഡി. ഹോർമോൺസ് അടുത്തേലാട്ടോ. ഹോർമോൺസ് അതിന് അടുത്ത സെക്ഷനിൽ പ്രത്യേകം ഹോർമോണൽ അസീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ അവിടെ എഴുതാത്തത്. ഓക്കെ. പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, എൻസൈംസ്, ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകളുടെ ലെവല് നമ്മൾ ചെക്ക് ചെയ്യാണ്. എത്രത്തോളം ഉണ്ട് നമ്മുടെ ബോഡിയിൽ. എൻസൈംസ് ഒക്കെ ആണെങ്കിലും അതിന്റെ ലെവല് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുക ചെയ്യുന്നത്. Okay, is a method of detecting and measuring the level of various substance in the body. Substance ഏതൊക്കെയാണ്? എൻസൈംസുകളുടെ ലെവൽ ആവാം, ലിക്വിഡ്സ് ആവാം, കാർബോഹൈഡ്രേറ്റ്സ് ആവാം, പ്രോട്ടീൻസ് ഒക്കെ ആവാം. ഓക്കെ. ഇനി അടുത്തതാണ് ഹോർമോണൽ അസീസ്. അസീസ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാ? പരിശോധിക്കുക, വിലയിരുത്തുക. ഇനി ഹോർമോൺ അസീസ് എന്ന് പറഞ്ഞാൽ ഇസ് എ നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ആവാം, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ആവാം. ഇപ്പൊ നമ്മൾ ബ്ലഡ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ യൂറിൻ കൊടുത്തിട്ടോ ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ ആ ബോഡിയിലെ ഹോർമോണുകളുടെ ലെവല് അതിന് മെഷർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ. ഹോർമോണുകളുടെ ലെവല്. അപ്പൊ നമ്മൾ ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോണുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റോസ്റ്റിറോൺ, അങ്ങനെയുള്ള ഹോർമോണുകളുടെ ലെവല് നമ്മള് മെയിൻറ്റെയിൻ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാണ്. അതും കൂടി ഒന്ന് എഴുതി വെച്ചു. ഹോർമോണൽ അസീസ്, ASSAYS, പരിശോധിക്കുക, വിലയിരുത്തുക എന്നുള്ളത് മീനിങ് ആണ് കേട്ടോ. അസീസ് ഈസ് എ blood test or urine test, is a blood test or urine test. Blood കൊടുത്തിട്ടാവാം അല്ലെങ്കിൽ യൂറിൻ കൊടുത്തിട്ടാവാം. Urine test that measures 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 the level of hormones in the body. Level of hormones in the body. Okay. So blood test or urine test that measure the level of hormones in the body. മനസ്സിലായില്ലേ? ബ്ലഡ് കൊടുത്തിട്ടാവാം അല്ലെങ്കിൽ യൂറിൻ കൊടുത്തിട്ടാവാം. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഹോർമോൺ ഉണ്ട്, അതിന്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഹോർമോണൽ അസീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയുടെ, നമ്മുടെ ശരീരത്തില് നമ്മൾ ഹോർമോണിന്റെ ഒക്കെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നു, അത് മെഷർ ചെയ്യാണ്. ഇതാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ടേബിള് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കണ്ട, ഞാൻ തന്നു എന്നുള്ളൂ. ഇനി പിന്നീടാണെങ്കിലും നിങ്ങൾ ഈ ഒരു പേജ് മറിച്ച് നോക്കുമ്പോൾ ഒരു ഡൗട്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു ഡെഫിനിഷൻ പോലെ തന്നതാണ്. ആ ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾ ഓരോന്നിനെ കുറിച്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇപ്പൊ ബാക്ടീരിയോളജി, അപ്പൊ നമ്മൾ സ്റ്റഡി ഓഫ് അങ്ങനെ ഇതായിട്ട് എഴുതണ്ട. നമ്മള് ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാക്ടീരിയ, അത്ര ഒന്ന് നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാലോ ബാക്കിയത്തെ. അപ്പൊ അങ്ങനെ ഒന്ന് ഷോർട്ട് ചെയ്തൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി.
ഫുള്ള് ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട. അപ്പൊ ഹോർമോണൽ അസീസ് എന്ന് പറഞ്ഞറിയാം ഹോർമോൺസിനെ കുറിച്ചുള്ള പഠനം. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഹോർമോണിന്റെ ലെവൽ ഉണ്ട്. ബയോകെമിക്കൽ അനാലിസിസ് ആണെങ്കിലോ നമുക്ക് സബ്സ്റ്റൻസുകൾ അല്ലെ എക്സാമിന് എങ്ങനെയാ വരുന്നേന്നാ എന്താ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പൊ ദ സ്റ്റഡി ഓഫ് മൈക്രോബ്സ് അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ സ്റ്റഡി ഓഫ് വൈറസ് ഈസ് നോൺ ആസ് ഡാഷ്, എന്നിട്ട് അവിടെ വൈറോളജി, ഇമ്മ്യൂണോളജി, സെറോളജി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ ഷോർട്ട് ചെയ്തൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞത്. ഇപ്പൊ സൈറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ഹെമറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡാഷ് അല്ലെങ്കിൽ ദ സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഡാഷ്. അങ്ങനെ ആ ഒരു രീതിയിലാണ് ആ ഒരു സെക്ഷനിൽ ചോദിക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഓരോന്ന് എഴുതിയില്ലേ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ചോദിക്കാം, തിരിച്ചു മറച്ചും അതിൽ നിന്ന് ചോദിക്കാം എക്സാമിന്. ആ ഒരു ടേബിളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കിട്ടിയില്ലേ ഇതുവരെ? അനുപമയ്ക്ക് ടെസ്റ്റ് കിട്ടിയില്ലേ? ഒന്ന് ഇവിടെ വിളിച്ചു നോക്കാറുന്നില്ലേ? നിങ്ങൾ കോൾ ചെയ്യുന്ന ആ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാറുന്നില്ലേ? ടെക്സ്റ്റ് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. തെറ്റാണോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് തിരിച്ചയച്ചിട്ടുണ്ടായോ? അതെന്താന്ന് നിങ്ങൾ അവരെ ഒന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്യട്ടോ. എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ വിളിക്കുന്നവരെ നിങ്ങളൊന്ന് വിളിച്ചൊന്ന് കൺഫേം ചെയ്യുക എന്താന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത ടേബിൾ. അപ്പൊ ആ ഒരു ടേബിളിൽ നിന്ന് ആ രീതിക്ക് ചോദിക്കാം കേട്ടോ. സ്റ്റഡി ഓഫ് ഇതെന്ന് തന്നിട്ട് അതിന്റെ പേര് എന്താന്ന് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ തിരിച്ചത് തന്നിട്ട് അത് എന്തിന്റെ പഠനമാണെന്ന് ചോദിക്കാം. ആ ഒരു രണ്ട് രീതിയിലായിരിക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ. ഇനി അടുത്ത നമ്മള് ഹൈറാർക്കിയാണ്. അത് നമ്മുടെ ഒരു അവിടുത്തെ ലാബിലെ ടെക്നീഷ്യന്റെ അവരുടെ ആ ലബോറട്ടറിയിലുള്ള ഒരു അധികാര പൊസിഷനാണ്. അവർക്കടെ ഹൈറാർക്കി, അധികാര ശ്രേണി, ഒരു ഓർഡർ ആണ് തന്നേക്കുന്നത്. അപ്പൊ ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്നവര് ലബോറട്ടറി ഡയറക്ടർ ഉണ്ട്, ടെക്നിക്കൽ സൂപ്പർവൈസർ ഉണ്ട്, ജനറൽ സൂപ്പർവൈസർ ഉണ്ട്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ MLT ഷോർട്ട് എക്സ്പാൻഡഡ് ഫോമും അതിൽ നിന്ന് നിങ്ങൾ പഠിക്കണം കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ MLT, ഫ്ലിബട്ടോമിസ്റ്റ്. അപ്പൊ അങ്ങനെ PBT എന്ന്. അപ്പൊ ഇങ്ങനെ ഓരോ പൊസിഷനുകളും അവരുടെ എഡ്യൂക്കേഷനും അവരുടെ റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്തങ്ങളും എന്താണ് ഇതെല്ലാം. ഇതിപ്പോ ലബോറട്ടറി ഡയറക്ടർ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എത്രത്തോളം എന്താണ്, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്. 3 കോളായിട്ടാണ് തന്നിരിക്കുന്നത് പൊസിഷൻ. ഫസ്റ്റില് ഓരോ പൊസിഷനുകളും അവരുടെ എഡ്യൂക്കേഷനും റെസ്പോൺസിബിലിറ്റിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. ലബോറട്ടറി ഡയറക്ടർ ആണ്. ലബോറട്ടറി ഡയറക്ടർ ഡോക്ടറൽ ഡിഗ്രി MD PhD. അപ്പൊ നോക്കിയാൽ ലബോറട്ടറി ഡയറക്ടറിന്റെ എഡ്യൂക്കേഷൻ എന്തായിരിക്കണം? ഡോക്ടറൽ ഡിഗ്രി. ഡോക്ടറൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് അക്കാദമിക് ഡിഗ്രിയാണ്. ഒരു ഓർഗനൈസേഷൻ, യൂണിവേഴ്സിറ്റി ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ നമ്മൾ അവാർഡ് ചെയ്തിട്ടുള്ള ഒരു ഹയസ്റ്റ് അക്കാദമിക് ഡിഗ്രിയാണ് ഡോക്ടറൽ ഡിഗ്രി എന്ന് പറയുന്നത്. MD PhD കണ്ടോ, MD PhD ആ ഒരു ഡിഗ്രി വേണം. ഏത്? ലബോറട്ടറി ഡയറക്ടർക്ക്. മാനേജിംഗ് ഡയറക്ടർ MD എന്ന് പറഞ്ഞാൽ, PhD എന്ന് പറഞ്ഞാൽ അറിയാം ഡോക്ടർ ഓഫ് ഫിലോസഫി. MD PhD ഡോക്ടറൽ ഡിഗ്രി. സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ചിലപ്പോൾ എന്താവാം? മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റും ആകാം. ഓക്കെ, സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഇതാരാ? ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റും ആകാം, അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി ഉള്ള ഒരു ആളുമാകാം ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. MD PhD അതാണ് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളായിരിക്കും ലബോറട്ടറി ഡയറക്ടർ. ഡോക്ടറൽ ഡിഗ്രി MD PhD. ഓക്കെ, അങ്ങനെ ഡോക്ടറൽ ഡിഗ്രി അത് ഞാൻ പറഞ്ഞല്ലോ ഹയസ്റ്റ് അക്കാദമിക് ഡിഗ്രിയാണ്.
യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷനൊക്കെ കൊടുക്കുന്ന ഹയസ്റ്റ് അക്കാദമിക് ഡിഗ്രിയാണ് ഡോക്ടറൽ ഡിഗ്രി എന്ന് പറയുന്നത്. ഹയസ്റ്റ് അക്കാദമിക് ഡിഗ്രി MD PhD ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിലോ സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റും ആകാം. ഇതാരെ ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ്, ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന അനുസരിച്ച് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രിയോ ഉള്ള ആളായിരിക്കും ലബോറട്ടറി ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ, റെസ്പോൺസിബിലിറ്റി എന്താ ചെയ്യുന്നത്? കൺട്രോൾ ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് and ensure quality patient care. കണ്ടോ, കൺട്രോൾ ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻസ്, ലബോറട്ടറിയിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുകയും വേണം, കൺട്രോൾ ചെയ്യുകയും വേണം അല്ലെ. അത് കൈകാര്യം ചെയ്യുകയും, മാനേജ് ചെയ്യാൻ കൈകാര്യം ചെയ്യുക. അപ്പൊ ലാബിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓവറോൾ, ശരിയാണ്, ഓവറോൾ മാനേജ്മെന്റ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയില്ലേ, അതുപോലെ ലബോറട്ടറി ഡയറക്ടറിന് ആ ലാബിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുകയും അത് നിയന്ത്രിക്കുകയും വേണം. ആൻഡ് എൻഷുർ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. കണ്ടോ, ഒരു ഗുണനിലവാരമുള്ള, ഒരു നല്ല ക്വാളിറ്റിയിലുള്ള പേഷ്യന്റ് കെയർ, രോഗി പരിചരണം അദ്ദേഹം ഉറപ്പാക്കുന്നു. ലാബിൽ കൊടുക്കുന്ന സർവീസുകളൊക്കെ പേഷ്യന്റിന് നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാനായിട്ട് അദ്ദേഹം അത് എന്താ പറയാ, അതും അദ്ദേഹം ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ. ആൻഡ് എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. എൻഷുർ ക്വാളിറ്റി പേഷ്യന്റ് കെയർ, നല്ല ഗുണനിലവാരമുള്ള ഒരു സർവീസ് അദ്ദേഹം ഉറപ്പുവരുത്തുന്നു. ഓക്കെ. എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട്സ് വിത്ത് കൺസൾട്ടിംഗ് പത്തോളജിസ്റ്റ്. അവര് കൺസൾട്ട് ചെയ്യുന്ന പത്തോളജിസ്റ്റുമായി ചേർന്നിട്ട് അവർക്കൊരു കൂടെ ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു. ടെസ്റ്റിന്റെ റിസൾട്ട് ഇല്ലേ, അത് കൺസൾട്ടിംഗ് പത്തോളജിസ്റ്റുമായിട്ട് ചേർന്നിട്ട് അവരുടെ കൂടെ ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വിശദീകരിക്കുന്നു. ഓക്കെ. അപ്പൊ അതിനകത്ത് നിങ്ങള് ഡിഗ്രി ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി ഒന്ന് നോക്കി വെക്കുക. Laboratory director control and manages all lab operations and ensure quality patient care. Overall, ലാബിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുകയും അതിന്റെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതൊക്കെ ലബോറട്ടറി ഡയറക്ടർ ആണ്. ഇനി അടുത്തത് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഡോക്ടറൽ ഡിഗ്രി, അദ്ദേഹത്തിന് നോക്കിയ ഡോക്ടറൽ ഡിഗ്രി വേണം. എക്സാമ്പിൾ MD or PhD. കണ്ടോ, MD അല്ലെങ്കിൽ PhD മതി, രണ്ടും കൂടി വേണ്ട, MD or PhD. മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ. ബോർഡ് സർട്ടിഫിക്കേഷനുമായിട്ടുള്ള ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ്, അനുഭവം ഉണ്ടായിരിക്കണം. മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ വേണം എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ. ബോർഡ് സർട്ടിഫിക്കേഷനുമായിട്ട് ഒരു മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ ഒരു എക്സ്പീരിയൻസ് വേണം. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? provide supervision of technical and scientific function of the lab. Okay, provide supervise ചെയ്യാണ്, supervision of technical and scientific function. സാങ്കേതികവും ശാസ്ത്രീയമായിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് പ്രവർത്തനങ്ങൾ, സാങ്കേതികവും ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ടെക്നിക്കൽ സൂപ്പർവൈസർ. എന്താ? ടെക്നിക്കൽ ആയിട്ടുള്ളതും സയന്റിഫിക്കും ആയിട്ടുള്ള ലാബിലെ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം. നിങ്ങൾ പൊസിഷനും ആ റെസ്പോൺസിബിലിറ്റി ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പ്രൊവൈഡ്സ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻ ഓഫ് ദ ലാബ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ. ക്ലിയർ അല്ലേ? ടെക്നിക്കൽ ആയിട്ടുള്ളതും സയന്റിഫിക് ആയിട്ടുള്ള ലാബിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം അത് ആരുടെ കീഴിൽ വരുന്ന? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ. ഇനി അടുത്തതാണ് ജനറൽ സൂപ്പർവൈസർ. General supervisor may be the same person as the lab director. And may be the same person or may be the same person as the lab director or
ടെക്നിക്കൽ സൂപ്പർവൈസർ. അപ്പൊ ഈ ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഏതാവാം, ലാബ് ഡയറക്ടറോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ ആവാം. അപ്പൊ അവർക്ക് എന്തുണ്ട്, ഈ ജനറൽ സൂപ്പർവൈസറിന്റെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ലാബ് ഡയറക്ടറോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറോ ആകാം. അത് ആ ലാബിന്റെ ഇത് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെ ആ ജനറൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ റോള് ഹാൻഡിൽ ചെയ്യാം, കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ വലിയ ഇതൊക്കെയാണ്, അതിന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും ലാബിന്റെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് രണ്ടും പൊസിഷൻ വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഈ സെയിം ആളുകൾ തന്നെയായിരിക്കും, ലാബ് ഡയറക്ടറോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറോ തന്നെയായിരിക്കും ജനറൽ സൂപ്പർവൈസർ. അവർക്ക് ആ ഒരു പൊസിഷനും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിയാൽ ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ് അതാ പറഞ്ഞേക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ് MLS, അത് 2-3 എക്സ്പാൻഡഡ് ഫോം വരുന്നുണ്ട്. അത് അതിലൊന്ന് എഴുതി വെക്കണം. MLS എന്ന് പറഞ്ഞാൽ മെഡിക്കൽ, MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, SCIENTIST, MLS. ഓർ MT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, TECHNOLOGIST. ഒന്നുകൂടി പറയണോ? MLS എന്ന് പറഞ്ഞ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആണ് S എന്ന് പറയുന്നത്. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ഓർ MT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. ഓ അല്ലെങ്കിലോ MLT may qualify. MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി T stands for technician. Medical laboratory technician. Okay, medical laboratory technician. ഇപ്പൊ എന്താ, എന്തിനെ ഡിപ്പെൻഡിങ് ഓൺ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്. ലാബിനെ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്താണ് MLS ഓർ MT, അല്ലെങ്കിലോ MLT മേ ക്വാളിഫൈ, അത് യോഗ്യത നേടിയേക്കാം. അങ്ങനെ യോഗ്യത ഉള്ളവരും ആകാം. അത് ലാബിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് ആൻഡ് എക്സ്പീരിയൻസ്, ലാബിനെയും എക്സ്പീരിയൻസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് MLS ഓർ MT ഓർ MLT മേ ക്വാളിഫൈ, ആ ഒരു യോഗ്യത അദ്ദേഹം നേടിയേക്കാം. ഓക്കെ, ഇനി ജനറൽ സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? അദ്ദേഹം എന്താ ചെയ്യണ്ടേ? പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻ ഓഫ് ദ ലാബ്. ലാബിലുള്ള എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും സൂപ്പർവിഷൻ, മേൽനോട്ടം, എല്ലാ ഡേ ടു ഡേ ആയിട്ട് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുണ്ടല്ലോ. അപ്പൊ എല്ലാ ദിവസവും പതിവായിട്ട് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ആർക്കാണ്? ജനറൽ സൂപ്പർവൈസറിനാണ്. Okay, provides the supervision of day-to-day functions of the lab. ലാബിലുള്ള എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം. ഇനി അടുത്തതാണ് MLT. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് MLT ഏതാ? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അങ്ങനെ ഒരു പൊസിഷനും ഉണ്ട് ലാബില്. ഏതാ? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. നോക്കിയേ, അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, licensure or certification may be triggered by employees. നോക്കിയേ, ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത് MLT കോഴ്സ്
കംപ്ലീറ്റ് ആയിട്ടുള്ള ആളായിരിക്കണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ പറയുന്നത് MLT കോഴ്സ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഓക്കെ, MLT കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻഷ്യൂർ എന്ന് പറഞ്ഞാൽ ലൈസൻസ് തന്നെയാണ് കേട്ടോ. ലൈസൻഷ്യൂർ ഓർ സർട്ടിഫിക്കേഷൻ, ലൈസൻസ് ഉള്ള ആളായിരിക്കണം. ലാബ് ടെക്നീഷ്യൻ ഡിഗ്രി ഉള്ള ഒരാളായിരിക്കണം. ഇനി അല്ലെങ്കിൽ അസോസിയേറ്റ് ഡിഗ്രി എന്ന് പറഞ്ഞില്ലേ, അതാണ് ലാബ് ടെക്നീഷ്യൻ ഡിഗ്രി ഉള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ MLT കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്, MLT പോലുള്ള B.Pharm കോഴ്സുകളില്ലേ, MLT B.Pharm പോലുള്ള MLT അങ്ങനെയുള്ള കോഴ്സുകൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് ലൈസൻസ് കിട്ടിയ ആളായിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയ ആളായിരിക്കണം MLT എന്ന് പറയുന്നത്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഫസ്റ്റ് എന്താ പറഞ്ഞ, MLT കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം. അല്ലെങ്കിലോ അവിടെ ലാബ് ടെക്നീഷ്യൻ ഡിഗ്രി വേണം. അവിടെ അസോസിയേറ്റ് ഡിഗ്രി, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലാബില് ബന്ധപ്പെട്ട ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലാബ് ടെക്നീഷ്യൻ അല്ലെ, ലാബ് ടെക്നീഷ്യൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഈ B.Pharm പോലുള്ള കോഴ്സുകളിൽ MLT പോലുള്ള കോഴ്സ് B.Pharm ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ ലൈസൻസ് കിട്ടിയ ഒരാളായിരിക്കണം. ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ, പെർഫോം കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS ഓർ MT. MLS പറഞ്ഞില്ലേ, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആണ്, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്, മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. അപ്പൊ ഇവർക്കുടെ മേൽനോട്ടത്തില് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റിന്റെ സൂപ്പർവിഷനില് കണ്ടോ, മേൽനോട്ടത്തില് ടെസ്റ്റുകളുടെ ഒരു നമ്മള് പതിവ് പരിശോധന, ടെസ്റ്റുകള് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊന്ന് സൂപ്പർവൈസ് ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ ടെസ്റ്റുകളുടെ ഒക്കെ ഉള്ള ഒരു പതിവ് പരിശോധനകളും അതിന്റെ ക്വാളിറ്റി ഗുണനിലവാരവും അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് പരിശോധിക്കുക. പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ആ ടെസ്റ്റുകളുടെയും ആ ക്വാളിറ്റി, ആ ചെയ്യുന്ന ടെസ്റ്റുകളുടെ ക്വാളിറ്റി ഒക്കെ എന്ത് ചെയ്യുക, MLS അല്ലെങ്കിൽ MTയുടെ മേൽനോട്ടത്തില് പെർഫോം ചെയ്യുക, നിർവഹിക്കുക. ഓക്കെ, MLS-ന്റെയോ അല്ലെങ്കിൽ MTയുടെയോ ഒക്കെ മേൽനോട്ടത്തില് പതിവ് ടെസ്റ്റുകൾ ഒക്കെ ചെയ്യുമല്ലോ, ആ ടെസ്റ്റുകളിൽ എന്ത് ചെയ്യണം, പതിവായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള പതിവ് പരിശോധനകളില് അതിന്റെ ക്വാളിറ്റി ഇതൊക്കെ അത് ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ എന്ത് ചെയ്യുക, നിർവഹിക്കുക എന്നുള്ളത്. ഇനി അടുത്തതാണ് ഫ്ലിബോട്ടോമിസ്റ്റ് എന്ന് പറയുന്നത്. ഫ്ലിബോട്ടോമിസ്റ്റ് അദ്ദേഹം ഈ ബ്ലഡിന്റെ ഒക്കെ സാമ്പിൾ എടുക്കൂലേ, അദ്ദേഹമാണ് ഫ്ലിബോട്ടോമിസ്റ്റ് എന്ന് പറയുന്നത്. അതൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, ഫ്ലിബോട്ടോമിസ്റ്റ് PHLEBOTOMIST is a medical professional. Phlebotomist is a medical professional who is trained, TRAINED, trained to perform. എന്തിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും? Who is trained to perform blood draws, DRAWS on children and adults, കുട്ടികളിൽ നിന്നും അഡൽട്ട് ADULTS പ്രായമായതിൽ നിന്നും ഒക്കെ പറയാട്ടോ. ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ, ഷോർട്ട് ചെയ്തൊന്ന് എഴുതി വെച്ചോളാം കേട്ടോ. ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന ആള്, ഇതാണ് ഫ്ലിബോട്ടോമിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഡെഫിനേഷൻ ആയിട്ട് ഞാൻ തന്നുള്ളൂ. ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ who is trained, TRAINED,
to perform, trained to perform blood draws, DRAWS, draws on children and adults. ബ്ലഡിന്റെ സാമ്പിൾ എടുക്കുന്നു, ഒന്നുകൂടി പറയണോ? ഓക്കെ. Is a medical professional. Phlebotomist is a medical professional who is trained. അദ്ദേഹത്തിന് എന്തിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കും? Who is trained to perform blood draws, DRAWS, draws on children and adult. എന്താ? ബ്ലഡിന്റെ സാമ്പിൾ എടുക്കുന്ന ആള്, അങ്ങനെ എഴുതി വെച്ചു, അപ്പൊ പെട്ടെന്ന് കിട്ടും. ബ്ലഡ് സാമ്പിൾ എടുക്കുന്ന ആളാണ് ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് പറയുന്നത്. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. എന്താ ക്വാളിഫിക്കേഷൻ? എന്താ? ഹൈസ്കൂൾ ഡിഗ്രി മതി, വലിയ ഇതൊന്നും വേണ്ട. ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ്, പിന്നെ അങ്ങനെ ട്രെയിനിങ്ങും വേണം, ബ്ലഡ് സാമ്പിൾ എടുത്ത് ഉള്ള ട്രെയിനിങ്ങും വേണം. ഓർ അല്ലെങ്കിലോ വർക്ക് എക്സ്പീരിയൻസ് വേണം. എന്നൊക്കെ എന്താണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി? ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾ ഫ്രം പേഷ്യന്റ് ഫോർ ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പേഷ്യന്റിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുക. ഓക്കെ, ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടി പേഷ്യൻസിൽ നിന്ന് ബ്ലഡിന്റെ സാമ്പിൾ എടുക്കുക. അതാണ് ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക. Gathers blood samples, blood സാമ്പിളുകൾ ഗ്യാദർ ചെയ്യുക, ശേഖരിക്കുക. എവിടെന്നാ? ഫ്രം പേഷ്യൻസിൽ നിന്ന്. ഫോർ എന്തിനു വേണ്ടിയാ? ലാബ് ടെസ്റ്റ്. മനസ്സിലായില്ലേ? ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ടി പേഷ്യൻസിൽ നിന്ന് ബ്ലഡ് സാമ്പിള് ഗ്യാദർ ചെയ്യുക, ശേഖരിക്കുക. അപ്പൊ ബ്ലഡ് സാമ്പിൾ എടുത്താൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് വലിയ ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഹൈസ്കൂൾ ഡിഗ്രി ട്രെയിനിങ്ങും മതി, അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് വേണം. അത്രയുള്ള ഇതുള്ളൂ. ബ്ലഡിന്റെ സാമ്പിൾ എടുക്കുന്ന ആളെ പറയുന്ന പേരാണ് ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടേബിളിൽ നിങ്ങൾ പൊസിഷൻ നോക്കുക. പിന്നെ അതിനകത്ത് കുറച്ച് എക്സ്പാൻഡഡ് ഫോംസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ ആ റെസ്പോൺസിബിലിറ്റി പഠിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് പൊസിഷൻ നോക്കുക, എക്സ്പാൻഡഡ് ഫോം തന്നിട്ടുണ്ട്, അത് പഠിക്കുക, റെസ്പോൺസിബിലിറ്റി നോക്കുക. സെന്ററിലുള്ള കോളം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ലാബിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉള്ളൂ, 2-3 സെന്റൻസ് ഉള്ളൂ. Infrastructure of the laboratory changes with the needs of the clinical research or services provided by the laboratory. കണ്ടോ? അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ലാബിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പൊ നമ്മൾ പല ലാബിൽ പോയിട്ടുണ്ട്, എല്ലാ ലാബിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുപോലെയാണോ? എല്ലാ ലാബും ഒരുപോലെ തന്നെ ആയിരിക്കും? ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും, അല്ലെ? അപ്പൊ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞത് എന്താ? വ്യത്യാസപ്പെടാന്ന് പറഞ്ഞേക്കുന്നത്. വിത്ത് ദ നീഡ്സ് ഓഫ് ദ ക്ലിനിക്കൽ സർവീസസ് പ്രൊവൈഡ് ബൈ ദ ലബോറട്ടറി. ആ ലബോറട്ടറി നൽകുന്ന സർവീസ് ഉണ്ടല്ലോ, ചികിത്സാപരമായിട്ടുള്ള ആ സർവീസ്, ക്ലിനിക്കൽ സർവീസ്, അതിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ച് നമുക്ക് ലബോറട്ടറിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വ്യത്യാസപ്പെടാം. അപ്പൊ നമ്മൾ അവിടെ ഏത് തരത്തിലുള്ള സർവീസാണ് കൊടുക്കുന്നത്? അപ്പൊ അതിനനുസരിച്ച് തന്നെ നമുക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വ്യത്യാസപ്പെടാം. ഇപ്പൊ ലബോറട്ടറിയിൽ നമ്മൾ ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ചെറിയൊരു കുഞ്ഞു ലബോറട്ടറി ആണെങ്കിൽ അത്രയും മതി, അല്ലെ? എന്നാൽ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ലബോറട്ടറി ആണെങ്കിൽ എന്ത് വേണം? അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ വേണം, അല്ലെ? വലുതും ചെറുതും ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. കുഞ്ഞു ടെസ്റ്റ് ഒക്കെ ചെയ്താൽ മതി, ചെറുത് മാത്രം ഇപ്പൊ എല്ലായിടത്തും എല്ലാ ടെസ്റ്റും ചെയ്യണമെന്നില്ല ലാബില്, അല്ലെ? അപ്പൊ നമ്മളപ്പോ അവിടെ നിന്ന് തരുന്ന ലബോറട്ടറിയിൽ നമുക്ക് തരുന്ന ആ സർവീസ്, അതിന്റെ ആവശ്യകത അനുസരിച്ച് അവരെന്തൊക്കെ സർവീസ് തരുന്നുണ്ട് അതിന്റെ നീഡ് അനുസരിച്ച്, അതിന്റെ ആവശ്യകത അനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ വ്യത്യാസപ്പെടാം. ബട്ട് എന്നാൽ എന്താ? ദ ബേസിക് നീഡ് ഷുഡ് മെറ്റ് ദ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. എന്നാൽ ബേസിക് നീഡ്സ്, അതിന്റെ ആ ബേസിക് ആയിട്ടുള്ള ആവശ്യകതകൾ എന്ത് ചെയ്യണം? ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ
റെഗുലേറ്ററി ഒരു കാര്യനിർവഹണത്തിനുള്ള അല്ലെങ്കിൽ എന്താണ് പറഞ്ഞ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, ഒരു അന്തർദേശീയ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുക. അത് മീറ്റ് ചെയ്യുന്നതായിരിക്കണം, അത് പരിപാലിക്കുന്നതായിരിക്കണം. അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നമ്മള് അതിന്റെ ആ ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ, അവിടെ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ, അത് പാലിക്കുന്നതായിരിക്കണം എന്ന്. ഓക്കെ, but the basic needs should meet the regulatory and international standards. അപ്പൊ ഒരു ലാബോറട്ടറിയുടെ അടിസ്ഥാന സൗകര്യങ്ങള് ലാബോറട്ടറി നൽകുന്ന ആ സർവീസിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നല്ല. എന്നാൽ അവിടെ പറഞ്ഞേക്കുന്നത് ബേസിക് നീഡ്സ് എങ്ങനെയായിരിക്കണം, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നതായിരിക്കണം. അതിന്റെ ഒരു മാനദണ്ഡങ്ങൾ സ്വീകരിച്ചായിരിക്കണം. The infrastructure of the laboratory directly affect the quality of the research data, efficiency and safety of laboratory workers. ഇനി ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാ ഡയറക്ട്ലി അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തിനെയൊക്കെ അഫക്ട് ചെയ്യുന്നു? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡേറ്റ, ആ ക്വാളിറ്റിയില് അല്ലെ, ഡേറ്റയുടെ ആ ഗുണനിലവാരം, ക്വാളിറ്റിയില്, എഫിഷ്യൻസി, കാര്യക്ഷമത ആൻഡ് സേഫ്റ്റി അല്ലെ, ലബോറട്ടറി വർക്കേഴ്സിന്റെ സേഫ്റ്റിയിലേക്ക് അഫക്ട് ചെയ്യും അല്ലെ. നല്ല ക്വാളിറ്റി, അതിന്റെ ആ ഇൻഫ്രാസ്ട്രക്ചർ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യും. ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡേറ്റ, നമ്മൾ അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരത്തിന്, ആ ലാബിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക്, പിന്നെ വർക്കേഴ്സിന്റെ സേഫ്റ്റിനെ അഫക്ട് ചെയ്യുന്ന. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റി നോക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അങ്ങനെയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം. ആ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ, ലബോറട്ടറി വർക്കേഴ്സിന്റെ ആ സുരക്ഷയെ ഒക്കെ അഫക്ട് ചെയ്യുമെന്ന് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ ലാബിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അഫക്ട് ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡേറ്റ, നമ്മൾ ആ ഒരു ഗുണനിലവാരത്തിന്, പിന്നെ അതിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക്, ലബോറട്ടറി വർക്കേഴ്സിന്റെ സേഫ്റ്റിയൊക്കെ അഫക്ട് ചെയ്യും. ഓക്കെ, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. കുറച്ച് ചെറിയ സെന്റൻസും കൂടെ ഉള്ളൂ. ഓക്കെ, ഇത് ഇൻഫ്രാസ്ട്രക്ചർ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നോക്കാം കേട്ടോ. ഇത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഓരോ പൊസിഷനും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ ആ ടേബിളും നമ്മൾ ഇന്ന് എഴുതിയതും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, നെക്സ്റ്റ് ഡേ നോക്കാം. ഓക്കെ, ബൈ.